ഹലോ എവരി വൺ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗമാണ് വെക്റ്റർ സ്പേസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിൽബർട്ട് സ്പേസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പം നമ്മൾ ഹിൽബർട്ട് സ്പേസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വെക്റ്റർ സ്പേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇക്ലൂഡിങ് സ്പേസ് ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അതിൽ ബേസിസ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബേസിസ് ഉണ്ട്. ആ 3 ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായി കിട്ടുന്ന ഏത് വെക്ടേഴ്സും ആ ഹിൽബർട്ട് സ്പേസിലെ മെമ്പേഴ്സാണ്. അപ്പം അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് വെക്ടേഴ്സാണ്. അപ്പോൾ അത് എക്സാമ്പിൾ ആക്കിയിട്ട് ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് പറഞ്ഞു. അപ്പോൾ ഇനി ഹിൽബർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, അത് എത്തരത്തിലുള്ളൊരു സ്പേസാണ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്കലി നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എടുക്കുമ്പോൾ ഇപ്പോൾ ഇതിലേയും കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ എനിക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഹിൽബർട്ട് സ്പേസിൽ നമ്മൾ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് ഇങ്ങനെ 3 ബേസിസ് ഉണ്ടല്ലോ. 3 ഡയമെൻഷണൽ സ്പേസിൽ 3 ബേസിസ്, 2 ഡയമെൻഷൻ ആണെങ്കിൽ 2 ബേസിസ് ആൻഡ് 1 ഡയമെൻഷനിൽ 1 ബേസിസ് ഉണ്ടാവും. അപ്പോൾ 3 ബേസിസ് ഉണ്ടല്ലോ, അതിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് എന്ത്, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ്റെ കിട്ടുന്ന വെക്ടേഴ്സൊക്കെ അതിലെ മെമ്പേഴ്സാണ്. ഹിൽബർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കലി നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനൊരു ബേസിസ് ഉണ്ടാവും. അതിൻ്റെ ബേസിസിൻ്റെ കോമ്പിനേഷനുമായി ഉണ്ടാക്കുന്ന സ്പേസാണ് എന്ത്, ഹിൽബർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ക്വാണ്ടം മെക്കാനിക്കലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ്, പാർട്ടിക്കിൾ ഇൻ 1D ബോക്സിൻ്റെ ഹിൽബർട്ട് സ്പേസ് എടുക്കാം. ഈ ഹിൽബർട്ട് സ്പേസിൽ നമുക്കറിയാം, ഇവിടെ പാർട്ടിക്കിൾ ഇൻ 1D ബോക്സിലെ nth സ്റ്റേറ്റ് psi n = √2/L sin n pi x/L. ഇത് 1D ബോക്സിലെ ഇൻഫിനൈറ്റ് ബോക്സിൻ്റെ എന്താണ്, വേവ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് psi1 എഴുതാം. psi1 = √2/L sin pi x/L psi2 എന്ന് പറഞ്ഞാൽ n-ന് 2 എന്ന് കൊടുക്കാം, √2/L sin 2 pi x/L. അപ്പോൾ നമുക്ക് ഇതിൽ psi1 ഉണ്ടല്ലോ, ഇതിലൊരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഒരു ക്വാണ്ടം സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഈ psi1 ഇതിലെ ഒരു ബേസിസാണ്. ഈ സ്പേസിൻ്റെ പാർട്ടിക്കിൾ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സിൻ്റെ ഹിൽബർട്ട് സ്പേസിലെ ഒരു ബേസിസാണത്. psi2 എന്താണ്, മറ്റ് നമ്മൾ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് അവിടെ 3 ഉള്ളതിനും ഇവിടെ നമുക്ക് ഇൻഫിനൈറ്റ് ബേസിസ് ഉണ്ട്. psi1, psi2, psi3 അപ് ടു ഇൻഫിനിറ്റി വരെ നമുക്കാവാം. അപ്പോൾ ഇങ്ങനെ ഇത് ഓരോന്നും ഓരോ ബേസിസാണ്. പിന്നെ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനോട് കിട്ടുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് ഇതിലെ മെമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. എ പാർട്ടിക്കിൾ ഇമാജിൻ sometime it is in psi1 and after some time it is go to higher state psi2. അങ്ങനെയാണെങ്കിൽ നമുക്ക് C1 psi1 പ്ലസ് C2 psi2 എന്ന് പറഞ്ഞിട്ട് അതിനെ എഴുതാം. C1 psi1 പ്ലസ് C2 psi2 psi = C1 psi1 പ്ലസ് C2 psi2 രണ്ടിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒന്നിലധികം സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ ടോട്ടൽ സ്റ്റേറ്റിനെ എഴുതുമ്പോൾ എന്താകും, അതിന് നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റിലാണ് അത് ഉണ്ടായിരുന്നത് ആ എല്ലാ സ്റ്റേറ്റിൻ്റെയും വേവ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതും. ഇത് മറ്റേതിൽ പറയുമ്പോൾ ഇക്ലൂഡിങ് സ്പേസിലാണെങ്കിൽ ഇത് AI ക്യാപ്പ് പ്ലസ് BJ ക്യാപ്പ് 2 യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. ഇവിടെ 2 സ്റ്റേറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. ഇവിടെ നമുക്ക് എന്താക്കാം, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഏത് സ്റ്റേറ്റിൻ്റെയും പരസ്പരം എത്രയും സ്റ്റേറ്റിൻ്റെ ഒരുപാട് സമയത്ത് നമുക്ക് ഒരു സമയത്ത് തന്നെ കോമ്പൈൻ ചെയ്തിട്ട് എഴുതാം. if the system exists in multiple states. ഓക്കെ, അപ്പോൾ അവിടെയുള്ള അത് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടം സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതാണ്, സ്റ്റേറ്റുകളാണ് ഇവിടെ ബേസിസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ഓരോന്നിനും ഓരോ ബേസിസ് ഉണ്ട്. എല്ലായിടത്തും ഈ വേവ് ഫംഗ്ഷൻ ഇതെല്ലാം സ്റ്റേറ്റ് ഉണ്ടാവുക. നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ബേസിക് വേവ് ഫംഗ്ഷൻ ആയിരിക്കും അവിടുത്തെ സ്റ്റേറ്റ്. ഇനി സ്പിൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിസ് ആയിരിക്കും എന്ത്,
ഇപ്പോൾ ഞാനൊരു സ്പിൻ 1/2 പാർട്ടിക്കിൾ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്പിന്നിൻ്റെ ബേസിസ് കാണാം. അപ്പോൾ +1/2 -1/2 രണ്ട് സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായിരിക്കും അവിടെ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും എന്ത്, അവിടുത്തെ ബേസിസ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഓരോ ക്വാണ്ടം സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, ബേസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഇപ്പം ഇഫ് എ പാർട്ടിക്കിൾ എക്സിസ്റ്റിന് മൾട്ടിപ്പിൾ ക്വാണ്ടം സ്റ്റേറ്റ്, മൾട്ടിപ്പിൾ ക്വാണ്ടം സ്റ്റേറ്റ് ഒരേ സമയത്ത് ഉണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു ക്വാണ്ടം സ്റ്റേറ്റിലാണ്, പിന്നെ അടുത്ത സമയത്ത് എനർജി അബ്സോർബ് ചെയ്തിട്ടോ റിലീസാക്കിയിട്ടോ അല്ലെങ്കിൽ സ്പിന്ന് ചേഞ്ച് ചെയ്തിട്ടോ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒക്കെ കൂടിയൊരു സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ആ കിട്ടുന്ന പുതിയ സ്റ്റേറ്റും എന്താണ്, ഈ സ്പേസിലെ മെമ്പർ ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഈ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്ടേഴ്സും എന്താണ്, പുതിയൊരു സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അതല്ല നമ്മൾ വെക്ടർ സ്പേസിലെ മെമ്പർ ആയതുപോലെ ഇവിടെ അതായിരിക്കും. ഇനി ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇതാണ് ഹിൽബർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റാണ്. ഇതിൻ്റെ മാത്തമെറ്റിക്കലി പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ മാത്തമെറ്റിക്കലി ആണ് ഇതിന് വരിക. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഹിൽബർട്ട് സ്പേസിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഹിൽബർട്ട് സ്പേസിന് ഇവിടെ ഡെഫിനിഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് ഡിസ്ക്രൈബ്ഡ് ബൈ കോർഡിനേറ്റ് ലൈക്ക് പൊസിഷൻ മൊമെൻറ്റം ബട്ട് സ്റ്റേറ്റ് വെക്ടർ ഇൻ എ കോംപ്ലക്സ് ഹിൽബർട്ട് സ്പേസ്. നമ്മൾ പറഞ്ഞ വേവ് ഫംഗ്ഷനാണ്, അതിന് സ്റ്റേറ്റ് വെക്ടർ എന്ന് കൂടി പറയാം. ദിസ് മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് അലോ അസ് ടു ഹാൻഡിൽ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ആൻഡ് ദ പ്രോബബിലിസ്റ്റിക് നേച്ചർ ഓഫ് ദി യൂണിവേഴ്സ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ നമുക്കറിയില്ല. പകരം നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, പാർട്ടിക്കിൾ x1ഉം x2ൻ്റെയും ഇടയിൽ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടിക്കിൾ x1ലാണോ അല്ലെങ്കിൽ പാർട്ടിക്കിൾ x2ലാണോ, പാർട്ടിക്കിൾ എവിടെയാണോ നമുക്കറിയില്ല. ഓൺലി വി നോ ദാറ്റ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ x1 ആൻഡ് x2. അത് 40% ആണ്, 50% ആണ്, 90 ആണ്. ഇത് കാൽക്കുലേറ്റ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോബബിലിറ്റിസ്റ്റിക് കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ ഫ്രെയിംവർക്ക് നമുക്ക് എന്ത് വേണം, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സ്പേസ് വേണം. അതാണ് എന്ത്, ഹിൽബർട്ട് സ്പേസ്. ഓക്കെ, അതിലുള്ള സ്റ്റേറ്റ് നമ്മൾ പറയുന്നവരാണ് സ്റ്റേറ്റ് വെക്ടേഴ്സ്. അവിടെ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ അതെന്താണ് സ്റ്റേറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് വെക്ടർ സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെറ്റ് എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷനാണ്. സ്റ്റേറ്റ് വെക്ടർ കെറ്റ് സൈ ഇങ്ങനെയാണ് സാധാരണ. ഈ കെറ്റ് എന്ന് പറഞ്ഞാൽ കെറ്റ് സൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈ1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെ ബ്രാ എന്ന് പറയും. ഇത് കെറ്റ്, ഇതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റാണ് ബ്രാ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്രാ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടുക ഇങ്ങനെ. ഓക്കെ, ഇതാണ് ബ്രാ, ഇതിൻ്റെ ബ്രാക്കറ്റ്. അപ്പം ഇത് കെറ്റ് വെക്ടേഴ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ബ്രാ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യുന്ന വെക്ടറിൽ ഐ ഉണ്ടെങ്കിൽ അത് റിയൽ അല്ല, ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഐ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും. ഐ ഉണ്ടെങ്കിൽ ഐനെ -i ആയിട്ട് എഴുതാം. പിന്നെ നമ്മൾ മെട്രിക്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു റോ വെക്ടേഴ്സിനെ നമ്മൾ കോളം വെക്ടർ ആക്കിയിട്ട് എഴുതും, അല്ലെങ്കിൽ കോളം വെക്ടേഴ്സിനെ റോ വെക്ടർ ആക്കിയിട്ട് എഴുതും. ഇപ്പോൾ രണ്ട് പ്രോസസ്സിൻ്റെ ഐനെ ബ്രാന്ന് എഴുതും, കോളത്തിന് റോ ആക്കിയിട്ട് എഴുതും. ഓക്കെ, ഇതിൽ ഓരോ പോയിന്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതുകയാണ്. ഹിൽബർട്ട് സ്പേസ് ഈസ് ഡിഫൈൻഡ് ഓവർ എ ഫീൽഡ് കോംപ്ലക്സ് നമ്പേഴ്സ്. എവറി പോസിബിൾ ഫിസിക്കൽ സ്റ്റേറ്റ് കറസ്പോണ്ട് ടു എ റേ ഇൻ ദ സ്പേസ്. If psi1, psi2 are valid state, then their linear combination C1 psi1 plus C2 psi2 also a valid state. The superposition principle. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, psi1 ബേസിസ് ആണ്, psi2 ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാകുന്ന സാധനം ഈ സ്പേസിലെ ഒരു മെമ്പറാണ്. നമുക്കിതിൻ്റെ സൂപ്പർ പൊസിഷൻ കിട്ടുന്ന റിസൾട്ടൻ്റ് സ്റ്റേറ്റ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിനെയും പരസ്പരം ലീനിയർലി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ബേസിസിനെ മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു യൂക്ലിഡിയൻ സ്പേസിൽ രണ്ട് വെക്ടറിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു മൂന്നാമതൊരു വെക്ടർ കിട്ടിയാൽ ആ വെക്ടറും ആ സ്പേസിലെ മെമ്പർ ആയിരിക്കുമല്ലോ. അതേപോലെ ഇവിടെ ഏത് സ്റ്റേറ്റിനെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ആ സ്റ്റേറ്റും ഇതിലെ മെമ്പർ ആയിരിക്കും.
പിന്നെ ഇന്നർ പ്രൊഡക്റ്റ് ആൻഡ് പ്രോബബിലിറ്റി. അപ്പോൾ ഇത് ഹിൽബർട്ട് സ്പേസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് പറഞ്ഞാൽ ഈക്വലിബ്രിയം സ്പേസിൽ നമുക്കറിയാം ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 1 ആണ്, ജെ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 1, അതേപോലെ കെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് ഈസ് ഓൾസോ ഈക്വൽ ടു 1. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് നോർമലൈസേഷൻ. അപ്പം യൂക്ലിഡിയൻ സ്പേസിലെ മെമ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് നോർമലൈസ്ഡ് ബേസിസ് ആണ്. അതേപോലെ തന്നെയാണ് ഹിൽബർട്ട് സ്പേസിലെ ഓരോ സ്റ്റേറ്റും നോർമലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഹിൽബർട്ട് സ്പേസിൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നോർമലൈസേഷൻ കണ്ടീഷൻ നമ്മൾ ഇങ്ങനെ എഴുതാം, സൈ ആൻഡ് സൈ മോഡ് സൈ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് അല്ലേ, ഇത് സൈ 1 ആണ്, അല്ലെങ്കിൽ സൈ 2 ആണ്, അല്ലെങ്കിൽ സൈ 3 ദിസ് ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെ ബ്രാക്കറ്റ് നൊട്ടേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇൻ്റഗ്രേഷൻ എഴുതുകയാണെങ്കിലോ ഇൻ്റഗ്രേഷൻ -∞ ടു +∞ സൈ സ്റ്റാർ സൈ ഡി ടോ, 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡി ടോ ഈക്വൽ ടു 1, 1 ഡയമെൻഷൻ ആണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു 1. ഇനി -∞ നമ്മൾ ജനറലായിട്ട് നമ്മൾ എഴുതിയത്, ജനറലായിട്ട് എഴുതാതെ നമുക്കൊരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് വേണ്ടി എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഇമാജിൻ എനിക്കൊരു പാർട്ടിക്കിൾ ഇന്ന 1D സിസ്റ്റം ഉണ്ട്, ആ 1D സിസ്റ്റത്തിൻ്റെ 1D ബോക്സിൻ്റെ ലെങ്ത് 0 to L ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് ലിമിറ്റ് എന്ത് കൊടുക്കാം, 0 to L എന്ന് കൊടുക്കാം. 0 to L സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. പിന്നെ ഈ സൈ സ്റ്റാർ സൈ എന്ന് പറഞ്ഞാൽ മോഡ് സൈ സ്ക്വയർ ആണ്, മോഡ് സൈ സ്ക്വയർ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, -∞ ടു +∞ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1. ഇത് ഇതിലെ നോർമലൈസേഷൻ കണ്ടീഷനാണ്. അപ്പോൾ യൂക്ലിഡിയൻ സ്പേസിലെ നോർമലൈസേഷന് പോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ബേസിസിൻ്റെ നോർമലൈസേഷൻ ഉണ്ട്. ബേസിസ് നോർമലൈസ്ഡ് ആയിരിക്കണം. ഇതിലെ മെമ്പറാണെങ്കിൽ എന്തായിരിക്കണം, നമുക്ക് ബേസിസ് ഇതിൻ്റെ ബ്രാക്കറ്റ് വാല്യൂ ഇതിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷനിൽ നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. അതേപോലെ തന്നെ യൂക്ലിഡിയൻ സ്പേസിൽ നമുക്ക് ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് എന്താണ് 0 ആണ്, ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് 0 ആണ്, കെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് 0 ആണ്. അതായത് ഏതെങ്കിലും 2 യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ്, അത് നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഇന്നർ പ്രൊഡക്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ അതെന്താണ് 0 ആണ്. അതിൻ്റെ അർത്ഥം ദി സ്റ്റേറ്റ്സ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ എന്നാണ്. ഓർത്തോഗണൽ കണ്ടീഷൻ, ഇതിന് ഓർത്തോഗണൽ എന്ന് പറയാം, ഓർത്തോഗണൽ കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ അതേ സാധനം നമുക്ക് എന്തുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, ഇവിടെ നോട്ടിൽ എഴുതാം. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ, നമുക്ക് ഇതിനെ സൈ 1 ഇവിടെ നമുക്ക് സൈ 1 സൈ 2 ഈക്വൽ ടു 0 ആണ്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 സ്റ്റേറ്റ്സ്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ എഴുതുകയാണെങ്കിൽ ഇൻ്റഗ്രൽ സൈ -∞ ടു +∞ സൈ 1 സൈ 2 ഡി എക്സ് ഈക്വൽസ് ടു 0. അതിനർത്ഥം ഈ സൈ 1ഉം സൈ 2ഉം പരസ്പരം ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഓർത്തോഗണലും നോർമലൈസേഷൻ മനസ്സിലായല്ലോ. ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന ഫോർമുലയാണ് ഇങ്ങനെ, സൈ 1 ബ്രാക്കറ്റ് സൈ 1 സൈ 2 സൈ n സൈൻ m ഈക്വൽ ടു ഡയറാക്ക് ഡെൽറ്റ n. അപ്പോൾ ഇതിൻ്റെ അർത്ഥം n ഈക്വൽ ടു m ആണ്. രണ്ടും സെയിം ആണെങ്കിൽ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. n നോട്ട് ഈക്വൽ ടു m ആണെങ്കിൽ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ അതിന് നോർമലൈസേഷൻ കണ്ടീഷൻ എന്നും, സെയിം അല്ലെങ്കിൽ നമുക്ക് 0 കിട്ടണം, അതിന് നമ്മൾ ഓർത്തോഗണൽ കണ്ടീഷൻ എന്ന് പറയും. അതായത് ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1 ആണ്, ബട്ട് ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഈ സാധനമൊക്കെ എന്തിലും വേണം. മറ്റേ നമ്മൾ വെക്ടർ സ്പേസിൽ പറഞ്ഞ പോലെ, യൂക്ലിഡിയൻ സ്പേസിൽ പറഞ്ഞ പോലെ ഹിൽബർട്ട് സ്പേസിലും ഈ കണ്ടീഷനൊക്കെ ഉണ്ടായാലാണ് ഈ ഫംഗ്ഷന് ഇതിലെ മെമ്പർ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്. പിന്നെ നോർമലൈസേഷൻ, പിന്നെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ സൈ മോഡ് സൈ സ്ക്വയറിന് എന്താണ്, പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഒരു പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ പാർട്ടിക്കിൾ
ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സ് 0 to L. അപ്പോൾ പാർട്ടിക്കിൾ എനിക്ക് ഇമാജിൻ ഇതിൻ്റെ ഇടയിലുള്ള 0 to L/2 ഇടയിൽ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി കാണാം. അപ്പോൾ എങ്ങനെ എഴുതും? ഇൻ്റഗ്രൽ 0 to L/2 psi star psi dx. അപ്പോൾ psi star psi എന്ന് പറഞ്ഞാൽ മോഡ് psi സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം, മോഡ് psi സ്ക്വയർ. അപ്പോൾ നമ്മളെ പ്രോബബിലിറ്റി ഉണ്ടല്ലോ, ഈ മോഡ് psi സ്ക്വയറിന് പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മോഡ് psi സ്ക്വയറിന് എന്താണ്? പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത്, പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ മോഡ് psi സ്ക്വയറിന് പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു, ഇത് സ്റ്റാറിനെ റെപ്രസെൻ്റ് ചെയ്യാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്, അതിൻ്റെ ആക്ച്വൽ സ്റ്റേറ്റ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് psi star psi ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ പറയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രോപ്പർട്ടികൾ നമുക്ക് പറയാം. നോക്ക്, ഇവിടെ ഞാനൊരു കംപ്ലീറ്റ്നെസ് ഓഫ് ദ ബേസിസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്നെസ് ചിലപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. കംപ്ലീറ്റ്നെസ് ആൻഡ് ബേസിസ് സെറ്റ്സ്. എ ഹിൽബർട്ട് സ്പേസ് മസ്റ്റ് ബി കംപ്ലീറ്റ് in context of quantum mechanics. This allows us to expand any arbitrary state as a sum of eigen vectors of an observable like energy. അതായത് നമുക്ക് കംപ്ലീറ്റ്നെസ്സിൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ചോദിക്കും. കംപ്ലീറ്റ്നെസ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ഒരു വെക്റ്റർ ഉണ്ടല്ലോ, ഇതിൽ കിട്ടുന്ന, അപ്പോൾ ഈക്വലൻസ് സ്പേസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വെക്റ്റർ, ഇവിടെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടം സ്റ്റേറ്റ്, ഒരു ആർബിറ്ററി എനി സ്റ്റേറ്റ് ആവാം. ഇതിലൊരു മെമ്പർ, ഈ യൂക്ലിഡിയൻ സ്പേസിലെ ഈ ഹിൽബർട്ട് സ്പേസിലെ ഒരു മെമ്പർ, അതിനാൽ മോഡ് psi എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ മെമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെമ്പറിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആ മെമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ഓഫ് eigen വെക്റ്റേഴ്സ്, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഏതെങ്കിലും ഒരു ഒബ്സർവബിളിൻ്റെ eigen വെക്റ്റേഴ്സ് ആയിട്ട് നമുക്ക് അതിനെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത് എനർജിയുടെ ഇപ്പോൾ ഞാൻ എങ്ങനെ അതിനൊരു കൺസെപ്റ്റ് എങ്ങനെ പറയാം, ലെറ്റ് മീ ചെക്ക്. ഇപ്പോൾ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത് കൂടുതൽ മനസ്സിലാവും. അതായത് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ ഒരു ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ഓരോ സ്റ്റേറ്റ് ഉണ്ടാവും. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഓരോ സ്റ്റേറ്റ് ഉണ്ടാവും. LXനെ LY LZനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ് ഉണ്ടാവും. അതേമാതിരി സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റിനെ എന്താക്കാൻ പറ്റും അറിയോ? ഏതെങ്കിലും ഒരു eigen വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ eigen വെക്റ്റർ എന്ന് പറയുന്നത്. eigen ഫംഗ്ഷൻ എന്ന് പറയും. eigen വെക്റ്റർ എന്ന് പറയും, eigen ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ആ ഫംഗ്ഷനിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ജസ്റ്റ് ലൈക്ക് Ψ1 Ψ2 ഇതിന് പോലെ അതേപോലെ നമുക്ക് അതിന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുമ്പോൾ നമുക്കതിനെ ഈ സെറ്റ് നമുക്ക് കംപ്ലീറ്റ് ആണെന്ന് പറയാം. അതാണ് കംപ്ലീറ്റ്നെസ് ആൻഡ് ബേസിസ്. അപ്പോൾ ഇവിടെ EN ആണ് അതിൻ്റെ ബേസിസ് കേട്ടോ, സെറ്റ് EN. ഇത് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. ഇപ്പം നമ്മൾ എന്തിൻ്റെ ഹിൽബർട്ട് സ്പേസ് ആണ് ഉണ്ടാക്കുന്നത്, അതായത് ഇപ്പം എനിക്ക് പാർട്ടിക്കിൾ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സിൻ്റെ ഇതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, സ്പേസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ Ψ1 Ψ2 Ψ3 √2/L sin nπx/L അതാണ് അത് അവിടുത്തെ eigen വെക്റ്റർ എന്ന് പറഞ്ഞാൽ. ഞാൻ സ്പിന്നിൻ്റെ ഒരു eigen സ്റ്റേറ്റ് അവിടെ സ്പിൻ സ്പിൻ ഡൗണിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് വെക്റ്റേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും സ്പിൻ അപ്പിനെ, സ്പിൻ ഡൗണിനെ 0 1 ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ചിലപ്പോൾ ആൽഫ കൊടുക്കും, ചിലപ്പോൾ ബി. സ്പിൻ അപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫ എന്ന് കൊടുക്കും, സ്പിൻ ഡൗൺ റെപ്രസെൻ്റ് ചെയ്യുന്ന ബീറ്റ എന്ന് കൊടുക്കും. അങ്ങനെ പല റെപ്രസെൻറ്റേഷൻ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന ഈ സ്റ്റേറ്റ് വെക്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് കിട്ടുന്ന സാധനം എന്താണ്? ഹിൽബർട്ട് സ്പേസിലെ മെമ്പറാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്കിതിനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ കണ്ടീഷൻ എന്താണ് അത് മനസ്സിലാക്കുക. ഇനി സ്പിന്ന് നമ്മൾ പറഞ്ഞു. ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ സ്പേസ്, ഹിൽബർട്ട് സ്പേസ്
L square in a space is a square integrable function. Here the vectors are wave functions and inner product is an integral. അപ്പോൾ നമ്മൾ അത് പാർട്ടിക്കിൾ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സിൻ്റെ പറഞ്ഞ പോലെ അവിടെ ഇന്നർ പ്രൊഡക്റ്റ് അത് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ്റെ ഫോമിൽ എഴുതാം, നമുക്കതിനെ ബ്രാക്കറ്റ് നൊട്ടേഷൻ്റെ പേരിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹിൽബർട്ട് സ്പേസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ സാധനം തന്നെ ആ കണ്ടീഷനൊക്കെ ഇവിടെ അത് വെക്റ്ററല്ല, ഇവിടെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. സ്റ്റേറ്റ് ഫങ്ഷൻസിന് നമ്മൾ ഇതിനെ സ്റ്റേറ്റ് വെക്റ്റേഴ്സ് എന്നും കൂടെ പറയും. കാരണം അതിന് വെക്റ്റേഴ്സ് അത് ആക്ച്വലി ഡയറക്ഷൻ ഡിപ്പെൻഡ് ഡയറക്ഷനുള്ള ഒരു സാധനം അല്ല. അത് psi1 എന്ന് പറഞ്ഞാൽ √2/L sin πx/L ആണ്. അതൊരു വെക്റ്റർ അല്ല, ബട്ട് അതിന് നമ്മൾ സ്റ്റേറ്റ് വെക്റ്റർ എന്ന് പറയാനുള്ള കാരണം വെക്റ്റർ സ്പേസിലെ ബേസിസ് ആയിട്ടുള്ള, അപ്പോൾ ഇൻക്ലൂഡിങ് സ്പേസിൽ ബേസിസ് ആയിട്ടുള്ള ഓരോ വെക്റ്റേഴ്സ് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ളത് എന്താണ്, സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻസ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിനെന്ത് പറയുന്നു, അതുകൊണ്ട് ഇതിനെ സ്റ്റേറ്റ് വെക്റ്റേഴ്സ് ഫങ്ഷൻസ് എന്ന് പറയുന്നതിന് പകരം സ്റ്റേറ്റ് വെക്റ്റേഴ്സ് എന്നും കൂടെ നമ്മൾ പറയും. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഹിൽബർട്ട് സ്പേസ്. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ള ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഹിൽബർട്ട് സ്പേസിൽ നമ്മളതിൻ്റെ കാൽക്കുലേഷനും മറ്റൊക്കെ നടത്തുന്നത് ഓപ്പറേറ്റേഴ്സിലൂടെയാണ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സാണ്. നമുക്ക് ഓരോന്നിനും ഓരോ ഓപ്പറേഷൻ ഉണ്ട്. ആംഗുലാർ മൊമെൻറ്റം ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ വേണം, ലീനിയർ മൊമെൻറ്റം ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഓപ്പറേറ്റർ വേണം. എക്സാക്റ്റ് വാല്യൂ നമുക്ക് കിട്ടില്ല. എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണെങ്കിൽ അത് എനർജി കാണെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വേണം. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ആയിരിക്കണം, അതായത് ഇതിലെ രണ്ടാമത്തെ ഭാഗം ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അഡീഷൻ ചെയ്യാൻ, ആഡ് ചെയ്യാൻ നമുക്ക് അഡീഷൻ ഓപ്പറേറ്റർ ഉണ്ട്. അതായത് നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞ സൈൻ ഉപയോഗിക്കണ്ടല്ലോ, അതാണ് അടുത്ത ഓപ്പറേറ്റർ. ഇപ്പോൾ ഞാൻ 2 + 3, ഇവിടെ ഓപ്പറേറ്റർ എന്താണ്, ഓപ്പറേഷൻ അഡീഷനാണ്. ഓപ്പറേറ്റർ പ്ലസ് ആണ്. ഈ പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് നമ്പറിൻ്റെ ഇടയിൽ പ്ലസ് എന്ന് ഇട്ടാൽ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അവിടെ ചെയ്യണം. ഇനി ഇൻറ്റുവിൻ്റെ മാർക്ക് ഇട്ടാലോ, 2 × 3, അത് ഇൻറ്റു ഓപ്പറേഷൻ ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പ്ലസ്സും ഇൻറ്റു ഒക്കെ ചെയ്യുന്ന ഇതുണ്ടല്ലോ, ആ ഓപ്പറേഷൻ അതേപോലെ നമുക്ക് ക്വാണ്ടം സ്പേസിൽ നമുക്ക് ഒരു വാല്യൂ കിട്ടാൻ, നമുക്ക് ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്യണം, മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ വേണം. ലീനിയർ മൊമെൻറ്റം ഓപ്പറേറ്റർ, ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, അതേപോലെ പൊസിഷൻ ഓപ്പറേറ്റർ, പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സാധനം ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓപ്പറേറ്റ് വേവ് ഫംഗ്ഷൻ്റെ മേലെ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പിന്നെ എയ്ഗൺ വാല്യൂ എന്താണ്, അതാണ് അതിൽ ആക്ച്വൽ റിസൾട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഒരു കൺസെപ്റ്റ്, അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, വേവ് ഫംഗ്ഷൻ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ലീനിയർ പാർട്ടിക്കിൾ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സ് psi1 = √2/L sin πx/L. ഇതൊരു സ്റ്റേറ്റ് ആണല്ലോ. എനിക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് psi1 psi2 അങ്ങനെ ആവട്ടെ, എന്ത് വേണമെങ്കിലും എടുക്കാം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് വെക്ടറിന് എടുത്തു. ഇനി എനിക്ക് ഈ സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കാണണമെന്ന് കരുതുക. ആംഗുലാർ മൊമെൻറ്റം, അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഒരുപാട് ഓപ്പറേറ്റർ ഉണ്ട്. നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ക്ലാസ്സിൽ L2, Lx, Ly, Lz ഒക്കെ ഉണ്ട്. ഇമാജിൻ എനിക്ക് Z കോമ്പോണൻ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിനെന്ത് ചെയ്യും, Lz കൊണ്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യും. Lz psi1, Lz കൊണ്ട് ഞാൻ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. അതെന്തായിരിക്കുമല്ലോ, m × L h കട്ട് × psi1 എന്നിങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റ് അതേപോലെ തന്നെ ഓപ്പറേഷനിൽ അതിൽ കഴിഞ്ഞ റിസൾട്ടിൽ ആ സ്റ്റേറ്റ് അതേപോലെ ഉണ്ടാവും. പിന്നെ ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടാകും. ഈ കോൺസ്റ്റൻ്റാണ് ഇവിടെ എയ്ഗൺ വാല്യൂ എന്ന് പറയുന്നത്. എയ്ഗൺ വാല്യൂ, ഇതാണ് എയ്ഗൺ വാല്യൂ ഓഫ് ദിസ് ഓപ്പറേറ്ററാണിത്. ഈ ഓപ്പറേറ്ററിൻ്റെ എയ്ഗൺ വാല്യൂ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഓപ്പറേറ്ററിനെ നമ്മൾ എയ്ഗൺ വെക്ടർ എന്ന് പറയും. ഓപ്പറേറ്ററിനെ എയ്ഗൺ വെക്ടർ എന്ന് പറയും. അത് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എയ്ഗൺ വെക്ടറിൻ്റെ എയ്ഗൺ വാല്യൂ എന്ന് പറയും. ഇനി എനിക്ക് എനർജി കാണെങ്കിൽ എന്താക്കും, ഇവിടെ എനിക്ക് ഹാമിൽട്ടോണിയനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, എനർജി എയ്ഗൺ വാല്യൂ psi(n) കിട്ടും. ഇങ്ങനെ കിട്ടും psi1. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സ് ആണെങ്കിൽ എന്താവും, ഈ E1 ഇവിടെ psi1 അല്ലേ, അപ്പോൾ En E1 ആയിരിക്കും. π² h² / 2ml² എന്ന് കിട്ടും E1.
കാര്യങ്ങൾ മനസ്സിലായോ? നമുക്കൊരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വെക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താണോ കാണേണ്ടത് അത് കിട്ടണമെങ്കിൽ നമുക്ക് ഏത് ലീനിയർ മൂവ്മെൻറ്റ് കാണണമെങ്കിൽ ലീനിയർ മൂവ്മെൻറ്റും ഓപ്പറേറ്റർ ആ സ്റ്റേറ്റിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യണം. എനർജി കാണണമെങ്കിൽ പിന്നെ എന്ത് വേണം? ഹാമിൽട്ടൺ ഓപ്പറേറ്റ് ചെയ്യണം. ആംഗുലർ മൂവ്മെൻറ്റും കാണണമെങ്കിൽ ആംഗുലർ മൂവ്മെൻറ്റും ഓപ്പറേറ്റർ അതിൻ്റെ മേലെ എന്താക്കണം? ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് എയ്ഗൺ വാല്യൂ കിട്ടും. ഇതാണ് ഓപ്പറേറ്ററിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഓപ്പറേറ്ററിന് എന്തൊക്കെ വേണം? ചില പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുമ്പോഴാണ് ഒരു ക്വാണ്ടം മെക്കാനിക്കലി നമ്മളൊരു ഫംഗ്ഷനെ ഓപ്പറേറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമ്മുടെ എക്സാമിനേഷൻ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നും അതിലെ എല്ലാ പോയിന്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ്, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. വീട്ടിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലെ കുട്ടികളൊക്കെ ഒന്നിച്ച് കളിച്ചിട്ട് ഭയങ്കര ശബ്ദം കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ലൈറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് പെട്ടെന്ന് തീർക്കണ്ടേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മാക്സിമം ഞാൻ റിമൂവ് ആക്കിയിട്ടാണ് ഇടുക. ഇപ്പോൾ അഥവാ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ഹിൽബർട്ട് സ്പേസ്, ആൻ ഓപ്പറേറ്റർ ഈസ് എ മാത്തമാറ്റിക്കൽ റൂൾ ദാറ്റ് ട്രാൻസ്ഫോം one state vector into another. If psi is a vector in the Hilbert space H, then operator A acting on it to produce a new vector. അതായത് ഒരു ഓപ്പറേറ്റർ ഒരു സ്റ്റേറ്റിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യാണ്, അതൊരു ന്യൂ വെക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ന്യൂ വെക്ടർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എന്താണ് അറിയാം? ഓൾഡ് വെക്ടറിനെ ഒരു സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ന്യൂ വെക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 2 ഐ ക്യാപ്പ് ഉണ്ട്, അത് ഞാൻ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എനിക്ക് 8 ഐ ക്യാപ്പ് എന്ന് കിട്ടും. ഐ ക്യാപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ ഇവിടെ നമുക്ക് പുതിയൊരു വാല്യൂ കിട്ടി, അത് അതിൻ്റെ ഈക്വൽ വാല്യൂ ആയിരിക്കും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ ലീനിയർ ഓപ്പറേറ്റേഴ്സ്. ഫോർ ആൾമോസ്റ്റ് ഓൾ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേഷൻ വി ഡീൽ വിത്ത് ലീനിയർ ഓപ്പറേറ്റർ. an operator is linear if it is satisfies. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ലീനിയർ ഓപ്പറേറ്ററിന് ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണമെന്നുള്ളത്. ലീനിയർ ഓപ്പറേറ്റർ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് 2 കണ്ടീഷനാണ്. ഒന്ന് അഡിറ്റിവിറ്റി, 2 ഹോമോജിനിറ്റി. അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എ ഇൻറ്റു ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ, ഒരു സ്റ്റേറ്റ് വെക്ടറാണ് സൈ, മറ്റൊരു സ്റ്റേറ്റ് വെക്ടറാണ് ഫൈ. അങ്ങനെ ആകുമ്പോൾ ഈ എനെ നമുക്ക് രണ്ടിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എ ഇൻറ്റു സൈ പ്ലസ് എ ഇൻറ്റു ഫൈ. അതിന് അഡിറ്റിവിറ്റി എന്ന് പറയും. ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ എ ഇൻറ്റു സി ഇൻറ്റു സൈ. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്കെയിലാറാണ്, കോംപ്ലക്സ് സ്കെയിലാർ. ഓക്കെ, നോട്ട് എ വെക്ടർ. അപ്പോൾ ആ സീനെ പുറത്തെടുത്തിട്ട് നമുക്ക് അതിന് എഴുതാൻ പറ്റും. ഈ 2 കണ്ടീഷനും ഇപ്പോൾ സാധാരണ നമ്മളെ നോർമൽ അഡീഷനും വെക്ടർ സ്പേസിലൊക്കെ ഉള്ള സാധനം ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കണ്ടീഷനും ഒരു ഓപ്പറേറ്റർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയും. പിന്നെ അഡ്ജോയിൻ്റ് ഹെർമിഷ്യൻ കോഞ്ചുഗേറ്റ്. ഫോർ എവറി ഓപ്പറേറ്റർ എ ക്യാപ്പ് ദർ എക്സിസ്റ്റ് ആൻ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എ ഡാഗർ. ഇറ്റ് സാറ്റിസ്ഫൈസ് വിയ ഇന്നർ പ്രൊഡക്റ്റ്. അതായത് അഡ്ജോയിൻ്റ് എല്ലാ ഓപ്പറേറ്ററിനും എന്തുണ്ട്? അതിൻ്റെ ഒരു അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഉണ്ടാവും. അതിന് നമ്മൾ എ ഡാഗർ എന്നാണ് പറയുക. എ ഡാഗർ എന്ന് പറഞ്ഞാൽ മെട്രിക്സിൽ നമ്മൾ എ ഡാഗർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കും, റോനെ നമ്മൾ എന്താക്കി മാറ്റും. ഇപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞൊരു വെക്ടർ, ഫോർ എക്സാമ്പിൾ 2 3i 4i 3 ഇങ്ങനെ എനിക്കൊരു മെട്രിക്സ് ഉണ്ടെന്ന് കരുതുക. ഇതൊരു ഓപ്പറേറ്റർ, മെട്രിക്സ് ഓപ്പറേറ്റർ എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ എ ഡാഗർ എന്തായിരിക്കുമല്ലോ? എ ഡാഗർ നമ്മൾ ആദ്യം എ ട്രാൻസ്പോസ് ചെയ്തു, എ ട്രാൻസ്പോസ് കാണാം. അപ്പോൾ എ ട്രാൻസ്പോസ് ആയിരിക്കും 2 3i 4i 3. അതിന് ട്രാൻസ്പോസ് എടുത്ത് കോളത്തിനെ റോ ആക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കൂടി എടുക്കുക, 2 - 4i - 3i 3. അതായത് ഐ ഉള്ളതിനൊക്കെ -i ആയി കിട്ടിയത്. ഇതിനെയാണ് നമ്മൾ എ ഡാഗർ എന്ന് പറയുന്നത്, എയുടെ എ ഡാഗർ. അപ്പോൾ അതേപോലെ ക്വാണ്ടം മെക്കാനിക്സിലും അത് തന്നെയാണ് പ്രോസസ്സ്. മെട്രിക്സിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റേറ്റാണ്, അതിന് നമ്മൾ എ സൈ, അതിന് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുകയാണ് വേറൊരു സ്റ്റേറ്റിൻ്റെ മേലെ ഒരു ഓപ്പറേറ്റർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ കൊണ്ട്. ഓക്കെ, എ ഓപ്പറേറ്റർ ഇതിന്
ഇപ്പോൾ നോക്കുക, ഇവിടെ എനെ എന്താക്കാണ് സൈഡ് മേലെ ഓപ്പറേറ്റ് ചെയ്യും. അതിന് കിട്ടുന്ന റിസൾട്ടിനെ കൊണ്ട് ഫൈനെ ഇൻ്റർപ്രൊഡക്റ്റ് ചെയ്യാണ്. അങ്ങനെ കിട്ടുന്ന റിസൾട്ടും എ ഡാഗറിനെ മേലെ എ ഡാഗർ ഫൈൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ സൈനെ കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാൻ കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഓപ്പറേറ്ററിന് ഒരു അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററും ഉണ്ട് കൂടി എന്ന് പറയാം. അപ്പം എ ഡാഗർ ഇസ് എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് അതിനെ മൈനസ് ആയി എടുക്കുക, പിന്നെ അതിന് ട്രാൻസ്പോസ് ആയിട്ട് എടുക്കാം. അതിന് കോളം വെക്ടറിന് റോ വെക്ടറായിട്ട് എഴുതുക, അത്രയും. അല്ലെങ്കിൽ കോളം വെക്ടറിന് റോ വെക്ടറായിട്ട് എഴുതുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എയും എ ഡാഗറും സെയിം ആണ്. അതായത് നമ്മളൊരു ഓപ്പറേറ്ററിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു, പിന്നെ അതിനെ ട്രാൻസ്പോസ് ചെയ്തു. അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററിനെ ട്രാൻസ്പോസ് എടുത്തു, പിന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു. രണ്ടും നമുക്ക് ഏതും ഫസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെക്ടർ ഉണ്ടല്ലോ, അതാണ് എ ഡാഗർ. ആ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന വെക്ടറും ഒരു സ്റ്റേറ്റും എയും രണ്ട് ഓപ്പറേറ്ററും സെയിം ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഓപ്പറേറ്റർ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് പറയും. അതാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ഇപ്പോൾ നമ്മൾ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സ്, സ്പിൻ, ഇതിലൊക്കെ എടുക്കുന്ന എല്ലാ ഓപ്പറേറ്ററും മീൻസ് എന്താണ്, ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ ലീനിയർ മൊമെൻറ്റം ഓപ്പറേറ്റർ മൈനസ് IH കട്ട് ഡോ ബൈ ഡോ എക്സ്, PX ഓപ്പറേറ്റർ ആണത്, എക്സ് കോമ്പണൻ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓപ്പറേറ്റർ. ഇതെന്താണ്, ദിസ് ഇസ് എൻ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണ്, ഡോ ബൈ ഡോ എക്സ്. ഓക്കെ, ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വരും. പി സ്ക്വയർ ഓപ്പറേറ്റർ ഹെർമിഷ്യനാണ്. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു H കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ. 3 ഡയമെൻഷനിൽ ആണെങ്കിൽ ഡെൽ സ്ക്വയർ, അല്ലെങ്കിൽ 1D ആണെങ്കിൽ ഡോ സ്ക്വയർ ബൈ ഇത് കനറ്റിക് എനർജി ഓപ്പറേറ്റർ H കട്ട് സ്ക്വയർ ബൈ H കട്ട് സ്ക്വയർ പി സ്ക്വയർ ബൈ 2m ആണെങ്കിൽ കനറ്റിക് എനർജി ഓപ്പറേറ്റർ ആണെങ്കിൽ ഏതാ, H കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, അതാണ് പി സ്ക്വയർ കനറ്റിക് എനർജി ഓപ്പറേറ്റർ. ഇതിൻ്റെ ടി ക്യാപ്പ് എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ എന്താണ്, ഹെർമിഷ്യൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ എയും എ ഡാഗറും കോൺജുഗേറ്റ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അതിന് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഓൾ ഫിസിക്കൽ ഒബ്സർവബിൾ പൊസിഷൻ, മൊമെൻറ്റം, എനർജി, സ്പിൻ ആർ റെപ്രസെൻറ്റ് ബൈ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതിനെ കൊണ്ടിട്ടാകുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും എന്താണെന്ന് അറിയാം, ഹെർമിഷ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അത് നമ്മൾ കാണുന്ന ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താണ്, അത് ഹെർമിഷ്യൻ ആണെന്ന് എഴുതാം. ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് റിയൽ ഈഗൺ വാല്യൂ ഉണ്ടാവും. അത് നിർബന്ധമാണ് താനും. കാരണം അപ്പോൾ എനിക്ക് പാർട്ടിക്കിൾ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ ബോക്സിലെ ഫസ്റ്റ് ലെവലിലെ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. ഹാമിൽട്ടൺ ഓപ്പറേറ്റർ എന്താണ്, ഹെർമിഷ്യൻ ഓപ്പറേറ്ററാണ്. അങ്ങനെ ആദ്യം ഓപ്പറേറ്റർ കിട്ടുന്ന വാല്യൂ എനർജിയുടെ വാല്യൂ ആണ്. എനർജി 1 ജൂൾ 2 ജൂൾ വട്ടവർ ഇറ്റ് ഈസ്, അതൊരു റിയൽ വാല്യൂ ആണ്. -3 ജൂൾ എന്ന് പറയാൻ പറ്റും, അല്ലെ 3 ജൂൾ -3 ജൂൾ. ഇങ്ങനെ ഒരു നമ്പർ, ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്കൊരു എനർജിയിൽ പറയാൻ പറ്റുമോ, ലീനിയർ മൂവ്മെൻറ്റ്സിൽ പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ റിയൽ വാല്യൂസ് ആണ്. പൊസിഷൻ ഒരു റിയൽ തിങ് ആണ്, എനർജി ഒരു റിയൽ തിങ് ആണ്, ആംഗുലാർ മൂവ്മെൻറ്റം ഈസ് എ റിയൽ തിങ്. അതിന് റിയൽ വാല്യൂ ഉണ്ടാവും, അതിന് കോംപ്ലക്സ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും, റിയൽ ഐഗൺ വാല്യൂസ് ആയിരിക്കും. നോട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. പിന്നെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ, ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ ഓർത്തോഗണൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഹിൽബർട്ട് സ്പേസിലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് എന്തായിരിക്കും, ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് അത് ഓർത്തോഗണലായിരിക്കും, നോർമലൈസ്ഡ് ആയിരിക്കും. കംപ്ലീറ്റ്നെസ്, ഐഗൺ വെക്ടേഴ്സ് ഫോം എ ബേസിസ് ഫോർ ഹിൽബർട്ട് സ്പേസ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. പിന്നെ ഉള്ള വേറൊരു ഓപ്പറേറ്ററാണ് യൂണിറ്ററി ഓപ്പറേറ്റർ. യു ഡാഗർ ഡോട്ട് യു ഇൻറ്റു യു ഈക്വൽ ടു I ക്യാപ്പ്. അതായത് യൂണിറ്ററി ഓപ്പറേറ്റർ എന്നാണെങ്കിൽ എനിക്ക് ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അതിൻ്റെ എ പറഞ്ഞ ഓപ്പറേറ്റർ ഉണ്ട്, അതിൻ്റെ എ ഡാഗർ നമ്മൾ എടുത്തു.
അതായത് ട്രാൻസ്പോസ് എടുത്തു, കോഞ്ചുഗേറ്റ് എടുത്തു, എന്നിട്ട് അതിനെ എനെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതായത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആണെങ്കിൽ അത് നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയും. അതായത് നമുക്ക് രണ്ട് മെട്രിക്സ്, ഇത് എ എന്ന് പറഞ്ഞ മെട്രിക്സ്, രണ്ടാമത്തെ എ ഡാഗർ എന്ന് പറഞ്ഞ മെട്രിക്സ്, ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 0 0 1 ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്ന മെട്രിക്സ് ആണ്? യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിറ്ററി മെട്രിക്സിനാണെങ്കിൽ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയും. അപ്പം പ്രിസേർവ് നോ, ദേ ഡു നോട്ട് ചേഞ്ച് ദ ലെങ്ത് ഓഫ് വെക്ടർ മീനിങ് സൈ സ്റ്റാർ സൈ. അതായത് പ്രിസേർവ് നോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ വെക്ടറിൻ്റെ ലെങ്ത് ആണ് അതിൻ്റെ നോർമലൈസേഷൻ കിട്ടുക നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കാണെങ്കിൽ 1 ആണ് കിട്ടുക, ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമുക്ക് 1 ആണ് കിട്ടുക. പ്രോബിലിറ്റിയുടെ കാൽക്കുലേറ്റ് നമുക്ക് 1 കിട്ടും, വേറെ ഇതിനൊക്കെ വേറെ കിട്ടും. ഇപ്പോൾ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനൊക്കെ മാത്തമാറ്റിക്സിൽ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ നമുക്ക് എല്ലാത്തിലും 1 അല്ല ഉണ്ടാവുക, ചിലതിൽ വേറെ വാല്യൂസ് കിട്ടും. അപ്പോൾ എന്താണോ കിട്ടുന്നത് അത് ആ വെക്ടറിൻ്റെ ലെങ്ത് ആണെന്ന് പറയാം. അപ്പോൾ അത് ആ ലെങ്ത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതാണത് പറയുന്നത്. പ്രിസേർവ് ഇന്നർ പ്രൊഡക്റ്റ്, they preserve the angles between two vectors keeping the probability structure. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ψ1 ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞു ψ1 ψ2 ഇത് 0 ആണ്, അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ 1 എന്ന് വരും നോർമലൈസേഷൻ. ഈ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആംഗിളിനെ പറ്റി പറയാൻ കാരണം എന്താ പറയുക, നമ്മൾ ഇതിൽ ഇക്വലിഡിയൻ സ്പേസിൽ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കെലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ആണ്. അപ്പോൾ ഇവിടെ എ ബി കോസ് തീറ്റ എന്നാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുക. രണ്ട് വെക്ടറിൻ്റെ അടിയിലുള്ള ആംഗിളാണ് എന്ത് തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആംഗിളിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ വേറെയുള്ളൊരു ഓപ്പറേറ്ററാണ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്. അതിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഒരു ഓപ്പറേറ്ററിൻ്റെ പ്രൊജക്ഷൻ ഓപ്പറേറ്ററിനാണ് ഇറ്റ് പ്രൊജക്റ്റ് എ വെക്ടർ ഇൻറ്റു എ സ്പെസിഫിക് സബ് സ്പേസ്. അതായത് ഹിൽബർട്ട് സ്പേസിൽ തന്നെയുള്ള വേറെ സ്പേസിലേക്ക് നമ്മൾ അതിൻ്റെ പ്രൊജക്ഷൻ ഓപ്പറേറ്ററിനെ കൊണ്ട് നമ്മൾ ഒരു സ്റ്റേറ്റിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടായിട്ട് കിട്ടുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു സബ് സ്പേസിലൊരു മെമ്പർ ആയിരിക്കും. ഓക്കെ, പിന്നെ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് നമുക്കില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മുടെ ഇതിൽ സാധാരണ സിലബസിലുണ്ടെങ്കിൽ അത് കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് പെർട്ടിക്കുലറായിട്ട് വേറെ ക്ലാസ് തന്നെ എടുക്കേണ്ടതാണ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻ അഥവാ വരികയാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കമ്മ്യൂട്ടേഷൻ ഓഫ് എ ബി, രണ്ട് ഓപ്പറേറ്ററിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്നാണ് എ ബി മൈനസ് ബി എ. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പറേറ്ററിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ 0 ആണെന്ന് കരുതുക. അതിൻ്റെ അർത്ഥം ദ ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട്, ദേ ഷെയർ കോമൺ സെറ്റ് ഓഫ് ഈഗൻ വാല്യൂസ്, മീൻ വി ക്യാൻ മെഷർ ബോത്ത് ഒബ്സർവർ സൈമൾട്ടാനിയസ്ലി വിത്ത് ഇൻഫിനൈറ്റ് പ്രിസിഷൻ. 0 എങ്കിൽ ദ ഡു നോട്ട് കമ്മ്യൂട്ട്. ദിസ് ലീഡ് ടു ഹൈൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം സാറ്റിസ്ഫൈ. പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും രണ്ട് ഓപ്പറേറ്ററാണ്. അതിൻ്റെ എന്താണ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ IH കട്ടാണ്. അപ്പോൾ ഇതിനൊന്നുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പൊസിഷനെ, എനിക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷന് എനിക്ക് എന്താക്കണം, കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് പൊസിഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് പൊസിഷൻ കണ്ടുപിടിക്കുക. ഇനി എനിക്ക് ലീനിയർ മൂവ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഇമാജിൻ എക്സ് കോമ്പോണൻറ്റ് ഓഫ് ലീനിയർ മൂവ്മെൻറ്റ് PX. ഇത് ആക്ച്വലി PX ആണ്, P അല്ല PX കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസ് കേട്ട് ആർക്കും മനസ്സിലാവും. ഞങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ലെക്ചറുകൾ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ പൊസിഷനെ മെഷർ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ലീനിയർ മൂവ്മെൻറ്റ് എന്താ പറയുക, അതിൻ്റെ അതേ സമയത്ത് ലീനിയർ മൂവ്മെൻറ്റത്തിൻ്റെ ലെസ് അക്യുറേറ്റ് വാല്യൂ നമുക്ക് കിട്ടുക. അതിൻ്റെ മൊമെൻറ്റം ഡിസ്റ്റർബ്ഡ് ആവും. ഇനി നമ്മൾ ലീനിയർ മൂവ്മെൻറ്റം കണ്ടുപിടിക്കുകയാണെങ്കിലോ കറസ്പോണ്ടിങ് പൊസിഷന് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ രണ്ടും സൈമൾട്ടാനിയസ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗ്രേറ്റ് എറർ ഉണ്ടാവും. അപ്പോൾ മിനിമം എറർ നമുക്ക് പഠിക്കുന്നത് del x ഇൻറ്റു del px ഈക്വൽ ടു h/2. ഇതിന് ഹൈൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ ഇത് ഏത് ഓപ്പറേറ്റേഴ്സ്, ഇപ്പോൾ എനിക്ക് എക്സും y കോമ്പോണൻറ്റ് ഓഫ് ലീനിയർ മൂവ്മെൻറ്റും എനിക്ക് കണ്ടുപിടിക്കാം സൈമൾട്ടാനിയസ്ലി വിത്ത് ഇൻഫിനൈറ്റ് പ്രിസിഷൻ. ദർ ഇസ് നോ പ്രോബ്ലം. എനിക്ക് എക്സും PYയും കണ്ടുപിടിക്കാം, എക്സും PZും കണ്ടുപിടിക്കാം. കാരണം ഞാൻ എക്സ് പൊസിഷൻ്റെ എക്സ് കോമ്പോണൻറ്റ് മെഷർ ചെയ്യുമ്പോൾ അത് ലീനിയർ മൂവ്മെൻറ്റത്തിൻ്റെ YZ കോമ്പോണൻറ്റ് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ പൊസിഷൻ എക്സ്
ആക്സിസിൽ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ ഡയറക്ഷനിലെ മൊമെൻറ്റത്തിന് അത് ഡിസ്റ്റർബ് ചെയ്യുള്ളൂ, പി എക്സിന്. അപ്പോൾ എക്സും പി എക്സും എനിക്ക് ഒരേ സമയത്ത് എന്താക്കാൻ പറ്റില്ല, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത് ഒന്ന് മറ്റൊന്നിന് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഒരേ സമയത്ത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത രണ്ട് ഓപ്പറേറ്റർ ഉണ്ടല്ലോ, അത് പരസ്പരം കമ്മ്യൂട്ട് ചെയ്യില്ല. അതിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. അതായത് എക്സ് പി എക്സ്, വൈ പി വൈ, ഇസഡ് പി ഇസഡ് ഒക്കെ. അപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ അതിന് ഐ എച്ച് കട്ടാണ് അതിൻ്റെ വാല്യൂ. ഇനി എനിക്ക് സൈമൾട്ടേനിയസ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് എനിക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ എക്സ് കോമ്പോണൻറ്റ് കണ്ടുപിടിക്കാം, അതേപോലെ വൈ കോമ്പോണൻ്റ് ഓഫ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാം, എക്സിലെ പൊസിഷനും കണ്ടുപിടിക്കാം, മറ്റൊരു ഡയറക്ഷനിൽ അതിൻ്റെ മൂവ്മെൻറ്റും കണ്ടുപിടിക്കാം. കാരണം എക്സിലെ പൊസിഷൻ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വൈ കോമ്പോണൻറ്റ് മൂവ്മെൻറ്റോ ഇസഡ് കോമ്പോണൻറ്റ് മൂവ്മെൻറ്റോ ഡിസ്റ്റർബ്ഡ് ആവില്ല, ഓൺലി എക്സ് കോമ്പോണൻറ്റ് മൂവ്മെൻറ്റോ ഡിസ്റ്റർബ്ഡ് ആവുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഐ ക്യാൻ ഫൈൻഡ് എക്സ് കോമ്പോണൻറ്റ് ഓഫ് പൊസിഷൻ ആൻഡ് എക്സ് കോമ്പോണൻറ്റ് ഓഫ് ആൻഡ് വൈ കോമ്പോണൻറ്റ് ഓഫ് മൊമെൻറ്റം സൈമൾട്ടേനിയസ്ലി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരേ സമയത്ത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ്, രണ്ട് മെഷർമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് പരസ്പരം കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓപ്പറേറ്റേഴ്സിലുള്ളത്. അപ്പം ഈ ഓപ്പറേറ്റേഴ്സിൽ ഞാൻ പിയും പി സ്ക്വയറും പറഞ്ഞു തന്നു, അത് രണ്ടും ഓർമ്മിച്ച് വെക്കുക. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ, ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി പി, പൊട്ടൻഷ്യൽ എനർജി വി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു പ്രത്യേക ഓപ്പറേറ്ററായിട്ട് നമുക്ക്, അത് ഓരോ സിസ്റ്റത്തിൽ ഓരോ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും അല്ലേ. അപ്പോൾ അതെനിക്ക് പ്രത്യേക ജനറൽ ഫോം ഉണ്ടല്ലോ. കൈനറ്റിക് എനർജി എല്ലായിടത്തും 1/2 mv സ്ക്വയർ അല്ലെങ്കിൽ പി സ്ക്വയർ ബൈ 2m. അപ്പോൾ ഇത് പി സ്ക്വയർ ബൈ 2m ആയിരിക്കും പ്ലസ് വി ക്യാപ്പ്. ഇപ്പോൾ പി സ്ക്വയർ ആണ് ഓൾറെഡി തന്നെ എഴുതി, മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് പി സ്ക്വയറിൻ്റെ ഓപ്പറേറ്റർ. ഇത് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ. അതിന് 1/2m ഒഴിവാക്കിയാൽ പി സ്ക്വയർ ഓപ്പറേറ്ററായി. പി എന്ന് പറഞ്ഞാൽ മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് വൺ ഡിയിലാണെങ്കിലാണ് ഡോ ബൈ ഡോ എക്സ്, അല്ലെങ്കിൽ നമ്മൾ മൈനസ് ഐ എച്ച് കട്ട് ഡെല്ല് എന്ന് എഴുതുക. ഇത് ഓർമ്മിച്ചേക്കാം. അതേപോലെ എനർജി ഓപ്പറേറ്റർ ഉണ്ട്. അതിന് നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എനർജി ഓപ്പറേറ്ററിന് ഇങ്ങനെ എഴുതാം, ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി. ഇനി അഥവാ ഈ ഓപ്പറേറ്റർ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താക്കുക, നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കുക. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ടോപ്പിക്ക് HSSTയിലെ ഹിൽബർട്ട് സ്പേസ് ആൻഡ് ഓപ്പറേറ്റർ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സും അതിൻ്റെ മാട്രിക്സ് റെപ്രസെൻറ്റേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റും ഇന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും.